നമസ്കാരം. CPM സഹയാത്രികൻ റെജി ലൂക്കോസ് BJPയിൽ ചേർന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പരിഹാസ പോസ്റ്റുകൾ നിരവധി പേരാണ് കപ്പൽ മുങ്ങാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി എടുത്തു ചാടുന്നതെന്നാണ് ഫേസ്ബുക്കിൽ പലരും കുറിച്ചത്. പാലക്കാട് MLA രാഹുൽ മാങ്കുടത്തിലും പരിഹസിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. കപ്പൽ ആടിയുലയുക മാത്രമല്ല, സഹയാത്രികർ ലൈഫ് ജാക്കറ്റ് പോലും ഇല്ലാതെ നടുകടലിലേക്ക് എടുത്തു ചാടുക കൂടിയാണല്ലോ സാർ എന്ന് പരിഹസിച്ചുകൊണ്ടാണ് രാഹുൽ പോസ്റ്റിട്ടത്. പോസ്റ്റിന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. CPMന് വേണ്ടി നിരന്തരം ന്യായീകരിക്കുന്ന ആളും പാർട്ടി മാറുന്നതാണ് സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവ് KM അഭിജിത്തും ഫേസ്ബുക്കിൽ പരിഹാസ പോസ്റ്റിട്ട് രംഗത്തെത്തി. അഭിജിത്തിന്റെ പോസ്റ്റ് ഇങ്ങനെ: CPMന്റെ ചാനൽ ചർച്ചകളിലെ പോരാളി, ഇന്ന് രാവിലെയും കടന്നൽ കൂട്ടങ്ങൾക്ക് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുത്ത കടന്നൽ രാജ, കോൺഗ്രസിനെ തെറി പറയാൻ ആവേശം കാട്ടുന്ന പിണറായി ദൈവത്തെ ആരാധിക്കുന്ന റെജി ലൂക്കോസ്, രാജ്യത്തെ കനൽ ഒരു തരിയെങ്കിൽ അത് താനാകുമെന്ന് പ്രഖ്യാപിച്ച സഖാവ്, ഏതെങ്കിലും ഒരു അനുഭാവിയല്ല നേതാവ്, ദാ ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുന്നു. ഞങ്ങൾക്കതിലും തെല്ലും സന്തോഷമില്ല, മറിച്ച് ആശങ്കയുണ്ട്. RSS നയങ്ങളെ ചുവന്ന പരവതാനി വിരിച്ച് പിണറായിയും കൂട്ടരും ഇവിടേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ CPM പോരാളികൾ BJP ആവുകയാണ്. ഇത് അപകടമാണ്. അതേസമയം അവസാനം ചർച്ചയ്ക്ക് പോകുന്ന സഖാവ് TV ഓഫ് ചെയ്ത് പോരണം, അല്ലെങ്കിൽ നിങ്ങൾ BJPയിൽ ചേരുന്നത് ലൈവായി കാണേണ്ടി വരുമെന്നാണ് VT ബൽറാമിന്റെ പരിഹാസം. അതേസമയം റെജി ലൂക്കോസ് പാർട്ടിയുടെ ഒരു ഘടകത്തിലും അംഗമായിരുന്നില്ലെന്ന് CPM കോട്ടയം ജില്ലാ കമ്മിറ്റി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സ്വയം പ്രഖ്യാപിത ഇടതുപക്ഷ സഹയാത്രികനായി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കരുതെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. CPMനെതിരെ വിമർശിച്ചുകൊണ്ടാണ് റെജി ലൂക്കോസ് പാർട്ടി വിട്ടിരിക്കുന്നത്. ദ്രവിച്ച ആശയങ്ങളുമായി മുന്നോട്ട് പോയാൽ കേരളം വൃദ്ധസദനമാകുമെന്നായിരുന്നു റെജി ലൂക്കോസിന്റെ പ്രതികരണം. CPM വർഗീയ വിഭജനത്തിന് ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ഏകദേശം 35 വർഷത്തോളം ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 13 വർഷമായി കേരളത്തിലെ TV ചാനലുകളിൽ സംവാദങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ആശയപരമായ മാറ്റമാണ്. ദ്രവിച്ച ആശയങ്ങളുമായി മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് വൃദ്ധസദനമായി മാറും. രാഷ്ട്രീയ യുദ്ധത്തിനല്ല താല്പര്യം. BJPയുടെ ദേശീയ നേതൃത്വം പകർന്നു തരുന്ന വികസനവും ആശയവും എന്നെ ഞെട്ടിച്ചു. കേരളത്തിൽ CPM വർഗീയ വിഭജനത്തിന് ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കുറേ നാളുകളായി എനിക്ക് ക്ഷണമുണ്ട്. ഇന്നു മുതൽ എൻ്റെ ആശയങ്ങൾ BJPക്ക് ൊപ്പമാണ്. പാർട്ടിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിട്ടു. ഈ നിമിഷം മുതൽ എൻ്റെ വാക്കുകളും പ്രവർത്തികളും BJPക്ക് വേണ്ടിയാണെന്നും റെജി ലൂക്കോസ് കൂട്ടിച്ചേർത്തു. ജനുവരി 11 അമിത്ഷാ കേരളത്തിലെത്തുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ മാറ്റം കാണും. ആർക്കാണ് വികസനത്തെപ്പറ്റി കാഴ്ചപ്പാടുള്ളതെന്ന് ജനങ്ങളെ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അതേസമയം അമേരിക്കൻ മലയാളി ജീവിതം അടുത്തറിയുന്നവർക്ക് സുപരിചിതനായ മാധ്യമപ്രവർത്തകനായിരുന്നു ഒരു കാലത്ത് റെജി ലൂക്കോസ്. അമേരിക്കയിലെ പ്രമുഖ പ്രസിദ്ധീകരണങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന അദ്ദേഹം നരേന്ദ്രമോദി മുതൽ പിണറായി വിജയൻ വരെയുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ അഭിമുഖ പരമ്പരകൾ തയ്യാറാക്കിയിട്ടുണ്ട്. കൈരളി TVക്ക് വേണ്ടി അമേരിക്കൻ മലയാളി സമൂഹത്തിന്റെ ജീവിതം ആസ്പദമാക്കി അദ്ദേഹം തയ്യാറാക്കിയ പ്രത്യേക പരിപാടികൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മുൻപ് ദീപിക പത്രത്തിൽ കോളം എഴുതിയിരുന്ന അദ്ദേഹം ദേശാഭിമാനിയിലും മംഗളത്തിലും ലേഖനങ്ങൾ, യാത്രാ വിവരണങ്ങൾ എന്നിവ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2008 മുതുകുളം മാധ്യമ അവാർഡ്, 2009 കള്ളിക്കാട് ഫൗണ്ടേഷൻ പ്രവാസി മാധ്യമ അവാർഡ്, 2009 ജേസിസ് പ്രതിഭാ പുരസ്കാരം എന്നിവയും നേടി. പിണറായിയുമായുള്ള വ്യക്തിബന്ധമാണ് റെജി ലൂക്കോസിനെ CPMുമായി അടുപ്പിച്ചത്. ചാനൽ ചർച്ചകളിൽ ന്യായീകരണവുമായി നിറഞ്ഞു നിന്നു. പക്ഷേ ചില കാര്യങ്ങളിൽ വിരുദ്ധ അഭിപ്രായം രേഖപ്പെടുത്തി. ദീർഘകാലം CPM സഹയാത്രികനായിരുന്ന റെജി ലൂക്കോസിന് പാർട്ടി അംഗത്വവും ഉണ്ടായിരുന്നു.